അപ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡ് യാത്രയുടെ 13ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ ലക്നൌവിലാണ് താമസിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഉത്തരാഖണ്ഡിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ നൈനിറ്റാൾ ആണ് ഉദ്ദേശിക്കുന്നത്. സീതാപൂർ, ബറൈലി, ഹൽദ്വാനി വഴി നൈനിറ്റാൾ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ തിരക്കുള്ളൊരു നഗരമാണ്. സമയം ഇപ്പോൾ 8:15 പക്ഷെ എന്നാലും തിരക്കുണ്ട്. ഇന്നലെ വൈകുന്നേരമൊക്കെ തിരക്കായിരുന്നു. ഈ ലക്നൗ നഗരത്തിൽ കൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. ലക്നൗ എന്നല്ല, ഹൈദരാബാദിൽ കൂടെ നമ്മൾ സ്വന്തം കാർ ഓടിക്കുന്നത്, അതുപോലെ തന്നെ ഈ മിക്ക നഗരങ്ങളിലും നമ്മുടെ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര റിസ്ക്കായി മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ചളുക്കൊന്നുമില്ലാത്ത വണ്ടികളൊന്നും ഞാൻ കണ്ടില്ല. മിക്ക വണ്ടികൾക്ക് എന്തെങ്കിലും ഒട്ടലോ ഉരസലോ പൊട്ടലോ ഒക്കെ ഉണ്ട് കേട്ടോ. ചളുക്കും പുളുക്കും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വണ്ടി മുട്ടിയെന്ന് വെച്ച് ആർക്കും ഒരു സങ്കടമൊന്നുമില്ല കേട്ടോ. പരസ്പരം സ്നേഹത്തോടെ ഗുഡ് ബൈ പറഞ്ഞങ്ങ് പോവുകയാണ്. കാരണം അതിൻ്റെ അർത്ഥം ഇവിടെ സർവ്വസാധാരണമാണ്. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ പുതിയ സെൽറ്റോസ് കാറിൻ്റെ ഡോറ് ചളുങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ കൺജസ്റ്റഡ് ട്രാഫിക്കിൽ തമ്മിൽ മുട്ടി ഉരസി സംഭവിക്കുന്നതാണ്. എന്തായാലും വലിയ വീതിയുള്ള റോഡുകളാണ്. ഇതിപ്പോൾ തന്നെ 6 വരി പാതയാണ്. റോഡുകളൊക്കെ കിടിലമാണ്, പക്ഷെ അത്രയ്ക്കും വാഹനങ്ങളുണ്ട്. നമ്മൾ ഭാഗ്യത്തിന് ഇപ്പോൾ പുറത്തേക്ക് ഒരു 3-4 റിംഗ് റോഡുകളുണ്ട് ഈ ലക്നൌവിന് ചുറ്റും. ഇനി വലയം പോലെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് സീതാപൂരേക്കാണ്. ഇവിടുന്ന് 400 കിലോമീറ്ററാണ് നമുക്ക് നൈനിറ്റാളിലേക്ക് കാണിക്കുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്ന ലക്നൌവിലെ സ്ഥലത്ത് നിന്ന് 400 കിലോമീറ്ററാണ് നൈനിറ്റാളിലേക്ക്. സീതാപൂർ, ബറൈലി, ഹൽദ്വാനി വഴിയാണ് നമ്മൾ നൈനിറ്റാളിലേക്ക് പോകുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇത്രയും ദിവസം 12 ദിവസം നമ്മൾ ചൂട് സ്ഥലങ്ങളിലായിരുന്നു. അതായത് നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ചൂട് പ്രദേശങ്ങളിലായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ മെല്ലെ ഉത്തരാഖണ്ഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങും. നൈനിറ്റാൾ നല്ല തണുത്തൊരു സ്ഥലമാണ്. റോഡുകൾ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. റോഡുകൾ നല്ല സൂപ്പർ റോഡാണ്. തിരക്കുണ്ട്, കാരണം അത്രയ്ക്കും ജനസംഖ്യ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ തിരക്ക് വരുന്നത്. ചക്ക നോക്ക് ലെഫ്റ്റിൽ ചക്ക ഇരിക്കുന്നുണ്ട്. ചക്ക നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയുണ്ട് ചക്ക. ഇതൊരു വലിയ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് പച്ചക്കറി ഇവിടെ വളരെ വില കുറവെന്നാണ്. മത്തങ്ങ, ഉണ്ട, ചൊരയ്ക്ക, തണ്ണിമത്തൻ, തക്കാളി എല്ലാം ഉണ്ട്. ഭയങ്കര ബിസി ഒരു മാർക്കറ്റാണിത്. ക്യാപ്സിക്കം ഒക്കെ ഒരു ലോഡ് കണക്കിന്. ഇന്നലെ 3 കുക്കുംബർ വാങ്ങിച്ചിട്ട് 15 രൂപ, ഒരെണ്ണത്തിന് 5 രൂപ വെച്ച് വാങ്ങിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടിയേനെ. 40 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു നഗരമാണ് ഈ ലക്നൗ. പക്ഷെ കണ്ടാത്തൊന്നും അതിനേക്കാൾ ആളുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പച്ചമുളക്, ചുരക്കിയാണ് ഫ്രണ്ടിൽ കൊണ്ടുപോകണം. ഭയങ്കര പച്ചക്കറി, ഭയങ്കര മാർക്കറ്റ് കേട്ടോ. കിടില മാർക്കറ്റ്. അത് കേട്ടോ, ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കും പച്ചക്കറി പോകും. ചുരക്കണ്ട, ഫ്രഷ് ചുരക്ക, കുക്കുംബർ, ആ വണ്ടിയിൽ തക്കാളി, കുക്കുംബർ, പച്ചമുളക്, ചേമ്പ്. താഴെ ഇരിക്കുന്ന ചേമ്പല്ലേ, ചേമ്പാണത്. നമ്മുടെ UP-യിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം ഓട്ടോ കേട്ടോ. നല്ല ഉയരമുണ്ട്. അകത്ത് ഒരുപാട് പേർക്ക് ഇരിക്കാം. ബസ്സിന് പകരം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഷെയർ ഓട്ടോ ടൈപ്പാണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. ഇതിന്റെ പച്ച കളറും ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്, സാധാ നമ്മുടെ നാട്ടിൽ കാണുന്ന ഓട്ടോ ഉണ്ട്. അങ്ങനെ കുറെ എണ്ണം. ഇതിനകത്ത് ഒരുപാട് ആളുകളിരിക്കും. ഇത് ഇലക്ട്രിക് ഓട്ടോ കേട്ടോ. അതിലൊന്നും ലഗേജ് ഉണ്ട്, കൂടുതൽ ലോഡ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ 13ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് കയറും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീതാപൂർ കഴിഞ്ഞു, ഇനി ബറൈലിക്ക് പോവുകയാണ്. ഈ നേപ്പാൾ ബോർഡറിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ വലത് ഭാഗത്ത് നേപ്പാളാണ്. മാപ്പിൽ നോക്കുന്നവർക്ക് അറിയാം, നമ്മുടെ വലത് ഭാഗത്ത് നേപ്പാൾ കാണാം. പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ടോ, ഈ ലോറികൾ പോകുന്നുണ്ടോ. നമ്മളെ ട്രാഫിക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അവയർനെസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് അടിപൊളി റോഡുകൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. 4 വരി, 8 വരി, 10 വരി, 6 വരിയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ലതുണ്ട്. ഇത് തന്നെ 2 മെയിൻ ലൈനും ഒരു ബൈക്കേഴ്സ് പോകാനുള്ള ഒരു ലെഫ്റ്റ് ലൈൻ. അത്യാവശ്യം അത് മതി. നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ പോകാൻ ഇത് തന്നെ ധാരാളം. പക്ഷെ നമ്മൾ ട്രാഫിക് ഇത് പാലിക്കണം, നിയമങ്ങൾ പാലിക്കണം. ഇതെന്താണെന്നറിയോ, നമ്മൾ ഇന്ത്യയിൽ വലത് ഭാഗത്തൂടെയാണല്ലോ ഓവർടേക്ക് ചെയ്യുന്നത്, അല്ലേ? വലത് ഭാഗത്തൂടെയാണ് നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ ഇടത് ട്രാക്കിലൂടെ വേണം പോകാൻ. അപ്പോൾ സ്പീഡ് കൂടിയ വാഹനങ്ങൾ വലത് ട്രാക്കിലേക്ക് കയറി പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ചാൽ
ഈ ലെഫ്റ്റ് സൈഡിൽ സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾക്ക് പോകണം, റൈറ്റ് സൈഡിൽ 40 കിലോമീറ്ററാണ് എഴുതി വെച്ചേണ്ട. 40 കിലോമീറ്റർ ചെറിയ സ്പീഡിൽ പോകുന്ന വണ്ടികൾ ഈ ലൈനിലാണ് പോകേണ്ടത്. ഓക്കെ, വലിയ സ്പീഡുള്ളത് റൈറ്റ് സൈഡിൽ പോകാം. ഇവിടെ നേരെ മറിച്ചാണ്. ഇപ്പം ട്രക്ക് പോലെയുള്ള വണ്ടികൾ, അതൊക്കെ ഓവർലോഡ് വണ്ടികളാണ്, ഫുൾ ലോഡ് വണ്ടികളാണ്. 15 ഏക്കർ 16 ഏക്കർ അങ്ങനെയൊക്കെയുള്ള വണ്ടികളാണ്. അവർ സെൻറ്ററിൽ കൂടെ അങ്ങ് പോകും. ബൈക്കേഴ്സും ഓട്ടോകരും ഈ ലെഫ്റ്റ് ലൈനിൽ കൂടെ പോകും. മറ്റേ ട്രക്കുകൾ റൈറ്റ് ട്രാക്കിലും പോകും. ഇപ്പോൾ ബൈക്ക് ഓട്ടോ ഒക്കെ ലെഫ്റ്റിലും പോകും. പിന്നെ നമ്മൾ എങ്ങനെ പോകും? അപ്പം അതുകൊണ്ട് നമുക്കിത്രയും റോഡ് സൗകര്യം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ഈ വലിയ റോഡ് ഉണ്ടാക്കുന്നത് വലിയ 3 ലൈൻ 6 വരി പാതകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് സ്പീഡിൽ എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല കേട്ടോ. ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഓക്കെയാണ്. നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, അതാണല്ലോ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് കാണുന്നുണ്ടോ? ചെറുതായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാം. അപ്പം നമ്മള് നൈനിറ്റാൾ എത്താറായി. ഇനി ഒരു 100 കിലോമീറ്റർ ഉണ്ട് നൈനിറ്റാൾ. ബറേലി കഴിഞ്ഞു. ബറേലി ഒരു എയർപോർട്ട് ഉണ്ട്. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കണ്ടു റോഡിൽ നിന്ന്. ഭയങ്കര തിരക്കായിരുന്നു, നല്ല ട്രാഫിക് ബ്ലോക്കായി. ഇപ്പോൾ നമ്മളിപ്പോൾ കടന്നുപോയ സ്ഥലം തുളസിപൂർ എന്നുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് ആണ് ഇവിടെ കൂടുതലും ഉള്ളത്. നോർമലി റൈറ്റ് സൈഡ് ഓവർടേക്കിംഗ് ആണ്, ഇവിടെ ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ് ആണ് കേട്ടോ. ഓക്കെ, നല്ല റോഡാണ്, അടിപൊളിയാണ്. പക്ഷേ ഇന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഒരു നല്ല ഹോട്ടൽ, അതായത് റെസ്റ്റോറൻറ്റ് ഒന്നും കാണാനില്ല. മണി ഇപ്പോൾ കണ്ട, ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ റൈറ്റ് സൈഡ് ഓവർടേക്ക് ചെയ്ത് ശീലിച്ചവർക്ക് ഇവിടെ വന്നിട്ട് ഓടിക്കുമ്പോൾ പ്രശ്നമാണ്. ഇവിടുത്തെ ആൾ ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. മണി 2 കഴിഞ്ഞു, വിശപ്പുണ്ട്. ഉത്തരാഖണ്ഡിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കാൻ തീരുമാനിച്ചു. ഇവിടെ 94 രൂപ, അതായത് 92-91 പൈസ, 95 രൂപയേ ഉള്ളൂ. ഉത്തരാഖണ്ഡിൽ എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് അടിക്കും. അപ്പോൾ ഈ വന്ന വഴിക്ക് ഒരു ധാബ കിട്ടി കേട്ടോ. ധാബയിൽ കയറി ഫുഡ് കഴിച്ചു തൽക്കാലം, കാരണം വേറെ ഹോട്ടൽസ് ഒന്നും നമുക്കിവിടെ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ഉത്തരാഖണ്ഡിലെത്തി. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ നമ്മുടെ 7ാമത്തെ സ്റ്റേറ്റുമാണ്. കണ്ട, അൽമോറ, ഹൽദ്വാനി ഒക്കെ. ഇനി ഹൽദ്വാനിയിലേക്ക് 45 കിലോമീറ്റർ, ഇനി നൈനിറ്റാളിലേക്ക് ഏകദേശം 90 കിലോമീറ്റർ. നമ്മൾ 7ാമത്തെ സ്റ്റേറ്റ്. അതുപോലെ നമ്മൾ കേരള ഉത്തരാഖണ്ഡ് യാത്രയായിരുന്നല്ലോ, അപ്പോൾ ഉത്തരാഖണ്ഡിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നൈനിറ്റാള് കണ്ടതാ, ഹിമാലയം മൗണ്ടൻസ് കണ്ടു തുടങ്ങി. ഗൗല നദി അല്ലേ? ഗൗല റിവറാണ്, വറ്റി കിടക്കുകയാണ്. വലിയ നദിയാണ്, പക്ഷേ വെള്ളമില്ല, വറ്റി കിടക്കുകയാണ്. ഫ്രണ്ടിൽ കാണാം, നമ്മൾ ആ മല കയറിയാണ് ഇവിടെ നൈനിറ്റാളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 45 കിലോമീറ്റർ ആണ് നൈനിറ്റാളിലേക്ക്. ചെറിയ ചെറിയ കാറ്റാടി യന്ത്രങ്ങൾ. ഓക്കെ, യെസ്, നമ്മുടെ ഈ യാത്രയുടെ 13ാമത്തെ ദിവസമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഹൈ റേഞ്ച് കയറുന്നത്. ഇത്രയും ദിവസം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കിടന്ന് കറങ്ങലായിരുന്നു. ഹൈ റേഞ്ച് ഒന്നും നമ്മൾ കയറിയിരുന്നില്ല. അതാ നമ്മുടെ മുമ്പിൽ കയറാൻ വേണ്ടി ഒരു മല വന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ താഴെ നിന്ന് കയറാൻ പോവുകയാണ്. ഈ മല കയറിയാണ് നമ്മൾ നൈനിറ്റാളിൽ എത്തുന്നത്. റോഡ് നല്ല റോഡാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്, അത് സാരമില്ല, കുറച്ച് ഭാഗമേ ഉള്ളൂ. അത്യാവശ്യം കൊള്ളാം, നല്ല റോഡാണ്. അങ്ങനെ നമ്മൾ നൈനിറ്റാൾ ചുരം കയറി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് 30 കിലോമീറ്ററാണ്. വണ്ടികൾ ചറപറ വന്നിറങ്ങിയത്. വീതി കുറഞ്ഞ റോഡാണ്. വണ്ടികൾ താഴേക്കാണ് കൂടുതൽ ഇറങ്ങി വരുന്നത് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ നൈനിറ്റാൾ എപ്പോഴും തിരക്കുള്ള സ്ഥലമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആ നദിയുടെ പേര് അത് തന്നെ, ഇത് ഗൗല റിവർ. അത് വറ്റിക്കിടക്കുകയാണ്, സമ്മർ സീസണാണ്. അപ്പം നമ്മൾ നൈനിറ്റാൾ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു സ്ഥലമുണ്ട്, അതിനെ ഭീംതാൾ എന്നാണ് അറിയപ്പെടുന്നത്.
10 കിലോമീറ്റർ മുന്നെയാണ്. ഇവിടുന്ന് 16 കിലോമീറ്ററാണ്. ഈ പാലം കടന്ന് വേണം പോകാനായിട്ട്. അപ്പം നമുക്ക് ഭീംതാളിൽ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഒരു നദി കണ്ട എന്താ ഒരു ആഴം. നല്ല ഹൈറ്റിലാണ് കേട്ടോ. അതാ മുകളിലേക്ക് നാം പോകണം. അപ്പൊ ഭീംതാൽ, ഇവിടെ കുറെ താൽ എന്നുള്ള പേരിലാണ്. നൈനിതാൽ, ഭീംതാൽ, വേറെന്തൊരു താലുണ്ടല്ലോ. എന്നിട്ട് നീ നേരത്തെ വായിച്ച പേരെന്താണ്? എന്നാലും താലിൽ അവസാനിക്കുന്ന കുറെ പേരുകളാണ്. ഭീംതാൽ, നൈനിറ്റാൽ എത്തുന്നതിന് തൊട്ട് മുമ്പേ വലതോട്ട് തിരിഞ്ഞു പോകേണ്ട സ്ഥലമാണ് ഭീംതാൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല ഹെയർപിൻ ബെൻഡുകളൊക്കെ കൊണ്ടാണ്, കുത്തനെയുള്ള വളവുകളും തിരിവുകളും ഒക്കെയാണ്. വണ്ടികൾ നല്ല ഫാസ്റ്റായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ഷില്ലോങ്ങിലൊക്കെ നമ്മൾ അന്ന് പോയപ്പോൾ കണ്ട അതേ മനോഹരമായ പൂ, നല്ല വയലറ്റ് കളർ പൂ, അടിപൊളി. ഇലയൊന്നും കാണാനില്ല, പൂക്കൾ നിറയുണ്ട്. ഇത് കുഞ്ഞ് ടൗൺ എത്തി. ഇതിന്റെ പേരെന്താണാവോ? ഇത് ഭീംതാൽ. നമ്മളെത്തി, ഭീംതാൽ എത്തി. അങ്ങനെ നമ്മള് ഭീംതാൽ ലേക്കിലെത്തി. ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലേക്കാണ് കേട്ടോ ഇത്. കൊള്ളാം. നൈനിറ്റാലിൽ ഞാൻ എൻ്റെ കാറിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അങ്ങനെ നമ്മുടെ പയ്യൻ ദാ കിടക്കണം നൈനിറ്റാളിൽ, ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ കിടക്കുകയാണ്. KL 11Y 9422. യെസ്, നമ്മള് ഇത് ഭീംതാലാണ് കേട്ടോ. നൈനിറ്റാളിലെ ഭീംതാലാണ്. ഇതൊരു ലേക്കാണ്. നൈനിറ്റാളിലും ഒരു ലേക്കുണ്ട്. യെസ്, മണി ഇപ്പോൾ 5:15. നോക്കൂ, സൺലൈറ്റ് തടാകത്തിലേക്ക് വീഴുന്ന കാഴ്ച. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലേക്കാണിത്. ഇപ്പോൾ സമ്മർ സീസണായിട്ട് കൂടി വെള്ളമുണ്ട് കേട്ടോ. ഇതെല്ലാം ബോട്ടുകളാണ്, എന്നുവെച്ചാൽ തുഴയുന്ന ബോട്ടുകളാണ് കേട്ടോ. മോട്ടോർ ബോട്ടൊന്നും ഇവിടെ കാണാനില്ല. എനിക്കൊന്നും ജലം മലിനമാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വള്ളത്തിനൊക്കെ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. ചുവന്ന പെയിൻ്റ് അടിക്കുകയാണ്. കാരണം പച്ച കളറുള്ള വെള്ളത്തിൽ ചുവന്ന കളറുള്ള ബോട്ടുകൾ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആണ് ഭീംതാൽ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള സംഗതി വെച്ചാൽ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. പിന്നെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്. പ്രൈവറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് വകയുള്ള ബോട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ 4 പേർക്ക് 400 രൂപയാണ് ചാർജ്. ഒരു റൗണ്ട് ഈ ലേക്കിൽ, ഭീംതാൽ ലേക്കിൽ നമ്മളെ ചുറ്റി വരും. അപ്പോൾ എന്താണ്, ബോട്ട്, ലേക്ക്, ബോട്ടിങ്, പാരാഗ്ലൈഡിങ്, അതുപോലെ തന്നെ ഹോട്ട് എയർ ബലൂണുണ്ട്, ഒരു ശിവക്ഷേത്രമുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഭീംതാൽ ലേക്കിലെ അട്രാക്ഷൻസ്. സാറ്റർഡേ സൺഡേ മുടിഞ്ഞ തിരക്കായിരിക്കും, വരുന്നത് നല്ലതല്ല. അപ്പോൾ നമ്മൾ ഭീംതാൽ ലേക്കിലാണ്. നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടാണ്, തുഴയുന്ന ബോട്ടാണ്. ഒരു അരമണിക്കൂറാണ് തുഴയുന്ന ബോട്ട്. ഈ ലേക്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇങ്ങനെ വരും, അത്രയേ ഉള്ളൂ. 4 പേരുണ്ട്, 400 രൂപയാണ്. ഓക്കെ. കയറിക്കോ. വന്നോട്ടെ.
വീഴുന്നു. Here we go. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റോബോട്ടാണ് തുഴഞ്ഞു പോവാണ്. കുറേ നാളായി തുഴച്ചിൽ വെള്ളത്തിൽ കയറിയിട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് കടയിൽ ഈ ബോട്ടിങ്ങിൻ്റെ അവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കട്ടൻ ചായ കിട്ടും, നല്ല ജിഞ്ചർ ടീ കിട്ടി, 20 രൂപയാണ്. പിന്നെ ഫ്രൈഡ് മോമോസ്, സ്റ്റീംഡ് മോമോസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 120 രൂപ കൊടുത്ത് 8 പീസ് അടങ്ങുന്ന ഒരു ഫ്രൈഡ് മോമോസ് വാങ്ങിച്ചു. വെള്ളത്തിൽ നിന്ന് സൗമ്യ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവളും ഇതൊന്നും നോക്കുന്നില്ല. ഓക്കെ भाई आपका नाम भाई नाम क्या है आपका? അതുൽ. ഓക്കെ, അതുൽ എന്ന് പറയുന്ന ബായിയാണ് ഇന്ന് നമ്മുടെ ബോട്ട് തുഴയുന്നത് കേട്ടോ. കൊള്ളാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ലക്നൗവിലൊക്കെ പോയുള്ള പ്രശ്നമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നമ്മളെ അടുത്ത് വന്ന് ബൈ ബോട്ടിങ് പാരാഗ്ലൈഡിങ് എന്ന് ചോദിക്കുക മാത്രമേ ഉള്ളൂ. ശല്യപ്പെടുത്തലില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചോദിക്കും, എന്നിട്ടങ്ങ് പോവും. വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ പോകണ്ട. അതാ ഇവിടെ പെഡൽ ബോട്ടുണ്ട്, ചവിട്ടി കറക്കുന്ന ബോട്ട്. അതാണ് പെഡൽ ബോട്ട്. അടിപൊളിയാണ് കേട്ടോ. ഇവരൊക്കെ ചവിട്ടി എപ്പോൾ എത്തുമാവോ. ഓക്കെ, ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ കാര്യം നല്ല സമയം, സൺസെറ്റാണ് കേട്ടോ. മണി 5:55. അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല, ചെറിയ തണുപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊള്ളാം. കേരള ഗയാ നിങ്ങളൊന്നും കഴിക്കാത്തല്ലേ? കഴിച്ചോ. अभी बड़ा गर्म है, बहुत गर्म है। साइड के लिए मिले केरला में जॉब करते हैं, लोग काम करते हैं दुकान। आप दार्जिलिंग में काम करती? नहीं, वहाँ मिले मेरे को केरला। അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമാണ് കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ ബോട്ട്സ് ഈ തടാകത്തിൽ അനുവദിച്ചിട്ടില്ല. अभी कहाँ घूमे सर आप? कहाँ घूमे आप? हम 1 महीने का ट्रैवल है. अच्छा, 1 महीने का? हाँ, we started 30 days ago from Palakkad. 30 days ago? When this is the 7th state. 7th state? That's Kerala, Tamil Nadu, പിന്നെ ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, then उत्तर प्रदेश and उत्तराखंड, 7th state. उतना क्रॉस करना पड़ता है वहाँ जाने के लिए चेन्नई. सब सारे स्टेट पड़ते हैं वहाँ. हाँ, छत्तीसगढ़ भी आता है शायद. छत्तीसगढ़ अभी ठंडा हो रहा है. ये तो यहाँ फॉरेस्ट में सब आग लगा है. देखिए वहाँ पर भी चल रहा है. സൗമ്യ നോക്കി എന്ത് മനോഹരം. വയലറ്റ് പൂക്കൾ. അതെ. या वायलेट फ्लावर का नाम क्या है? ये पेड़ का नाम है चाकरंडा. ചാക്രണ്ട. ജാർഖണ്ഡ. अभी सर्च मारी गूगल में मिल जाएगा. ബ്യൂട്ടിഫുൾ കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ അവിടെ. അവിടെ മനു ചുറ്റും നോക്കടാ, അടിപൊളിയല്ലേ? മലയുടെ താഴെ അടിപൊളി സൂപ്പർ വ്യൂ കേട്ടോ. തടാകം താറാവുണ്ട് കേട്ടോ. താറാവ് ഞാൻ കാണിച്ചു തരാം. ഡക്ക് നമ്മളെ കൂടെ നീന്താൻ വന്നിരിക്കുകയാണ്. യവന് പൈസ കൊടുക്കണ്ട, യവന് ഫ്രീ ആണ് കേട്ടോ. നല്ല ഡക്ക്, അടിപൊളി. പിന്നെ അല്ല ഇതാ ഇവിടെ നമ്മൾ നല്ലൊരു ഭായി കേട്ടോ. അതുൽ എന്നാണ് പേര്. പുള്ളിയുടെ വൈഫ് ചെന്നൈയിൽ വർക്ക് ചെയ്യുകയാണ്. കേരളത്തിൽ വന്നിട്ടുണ്ട്, ആലപ്പിമേ വന്നിട്ടുണ്ട്. ഇതാ ഇത് ഒരു ഐലൻഡാണ്. നല്ല ക്ലൈമറ്റ് കേട്ടോ. ഇവിടുത്തെ ആളുകൾ കുറച്ചുകൂടെ നല്ല പെരുമാറ്റം പോലെ തോന്നുന്നു കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. അതാ നല്ല വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ വേണം കൺസർവ് ചെയ്യാനായിട്ട്. ചുമ്മാ നമ്മൾ മനുഷ്യരെ ലാഭത്തിന് വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ശരിയല്ല. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന വാക്ക്. അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ തന്നെ നമുക്ക് പ്രകൃതിയെ യൂസ് ചെയ്യാം, പക്ഷേ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നശിപ്പിക്കരുത്. കൊള്ളാം.
നമ്മൾ അതുമായി ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു, നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു, പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. നല്ല പ്ലസന്റ് ആണ്, നല്ല വെൽക്കമിങ് ആണ്. ഇങ്ങനെ ആയാൽ നല്ല നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അല്ലേ, നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും അല്ലേ സൗമ്യ? നിഷ്കളങ്കാരൻ മനുഷ്യൻ കേട്ടോ, ഇന്നസെന്റ് ലുക്കിംഗ്. കേരളത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആലപ്പുഴയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. പിന്നെ ഈ ലേക്ക് കണ്ടിട്ട് അവിടെ പോയി കണ്ടപ്പോഴുള്ള ഒരു നല്ല സമയമാണ് കേട്ടോ. കാരണം എന്താ, 6 മണി, വെയിലില്ല, സൺസെറ്റ് കഴിഞ്ഞു, നല്ല തണുപ്പുണ്ട്, തിരക്കില്ല, തടാകത്തിൽ തിരക്കില്ല കേട്ടോ. അതുകൊണ്ട് നല്ല നല്ല അടിപൊളി ആംബിയൻസ് ആണ്, സൂപ്പർ. വെള്ളത്തിലൊക്കെ ഇങ്ങനെ തൊടാം. മുക്കിക്കൊല്ലല്ലേ. आज सोनम फास्ट फूड अच्छा है क्या वेजिटेरियन और नॉन वेजिटेरियन? नॉन वेज कैसे बनाया? चिकन और चिकन मटन सभी मिलेगा. എന്താ പേര് എന്തെന്ന് പറയാ? नाम क्या है? सोनम फास्ट फूड. सोनम फास्ट फूड. ये नेम होटल का नेम है? नहीं, दुकान का नेम है. दुकान का नेम ओके. सोनम फास्ट फूड जस्ट गली में भोटिया मार्केट. ഓ ഗലികൾ ഇന്ന് जैकलिन फर्नांडिस जानते हैं आप? जैकलिन फर्नांडिस जैकलिन फर्नांडिस. हाँ, जैकलिन हॉलीवुड एक्ट्रेस है ना? बॉलीवुड ആക്ട്രസ് ജാക്ലിൻ ഫെർണാണ്ടസ്. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഈ സ്ത്രീകളെ ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല. साउथ मूवी में भी आते हैं. ഇവനെ കുറേ നേരമായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ പിറകെ കിടന്ന് കറങ്ങി കേട്ടാ. ഞാൻ മേടിച്ച് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് മനസ്സിലായി, ഈ ബോട്ടിങ്ങിന് വരുന്നവരൊക്കെ ഈ ബോട്ടിൽ വെള്ളത്തിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു കൊടുക്കും തിന്നാനേ. അങ്ങനെ വല്ലതും അന്വേഷിച്ചുകൊണ്ട് വന്നാണ്, നമ്മളെ പിറകെ വന്നതാണ് കേട്ടോ. അതാ ഈ കരയിൽ, ഈ ഐലൻഡിൻ്റെ കരയിൽ കുറേ പേര് ഇരിപ്പുണ്ട് കേട്ടോ. വെള്ളയും ഇതുപോലെയുള്ള താറാവുകളൊക്കെ കുറേ പേരുണ്ട്. അക്വേറിയം കഫേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഭീംതാൽ കഴിഞ്ഞ് പോവുകയാണ്. ഈ താലെന്ന് വെച്ചാൽ ഇവിടുത്തെ അർത്ഥം ലേക്ക് എന്നാണ് കേട്ടോ. ഇവിടെ എല്ലാം താല്, നൈനിത്താൽ, ഭീംതാൽ, മറ്റേ താലിൻ്റെ പേരെന്താണ്? അപ്പം നൗകുച്ചിയ താൽ. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ താമരക്കുളമാണ് അത്ര, താമര പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ താമര അപ്പം നമ്മൾ ഖജുരാവ് പോയപ്പോഴും കണ്ടല്ലോ. മാത്രമല്ല ഇന്ന് നമുക്ക് ഓടി ഇവിടെ എത്തണം, ഇത് ഇരുട്ടുന്നതിന് മുമ്പ് പിന്നെ നൈനിറ്റാലിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൗകുച്ചിയ താൽ ഒഴിവാക്കിയിട്ട് നമ്മൾ നൈനിത്താലിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറിലധികം നമ്മൾ തുഴച്ചിൽ ബോട്ടിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മുടെ അതുൽ ഭായി, നമ്മുടെ ബോട്ട്മാൻ, കംപ്ലീറ്റ് ഹിസ്റ്ററിയും പറഞ്ഞു തന്നു കേട്ടോ. കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നൈനിറ്റാലിലെത്തി. ഇനി ഒരു 5-6 കിലോമീറ്ററൊക്കെ ഉള്ളൂ. നല്ല തിരക്കാണ്. നൈനിറ്റാൽ എപ്പോഴും തിരക്കായിരിക്കും. പോവില്ല, നമ്മളെ വിടുവില്ല. എന്തൊക്കെയൊന്നും പറ. പക്ഷെ ഇന്ന് തിരക്ക് കുറവാണ് ആക്ച്വലി. സാറ്റർഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ചെറിയ റോഡാണ്, കുത്തനെയുള്ള കയറ്റമാണ്. മുന്നേ ഇവിടേക്ക് ഹോട്ടൽ ബുക്കിംഗ് ഉള്ള ആളുകളെ മാത്രമേ കടത്തി വിടുമായിരുന്നുള്ളൂ. കാരണം ബുക്കിംഗ് ഇല്ലാതെ ഇവിടെ വന്നാൽ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യമില്ലല്ലോ, ട്രാഫിക് കംപ്ലീറ്റ് ബ്ലോക്ക് ആവും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കാരണം ഇപ്പം അത്ര സീസൺ അല്ല. ടോപ്പിലോ നല്ല ഭംഗിയുണ്ട്, ലൈറ്റുകൾ കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. അതുകൊണ്ടാ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. നക്ഷത്രങ്ങൾ പോലെ ഉണ്ട്, ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ. അങ്ങനെ നമ്മൾ പാതിരാത്രി 7:30 മണിയായി, നൈനിറ്റാൾ എത്താറായി. എന്താ മലമുകളിൽ നിന്നുള്ള കാഴ്ച!
നൈനിറ്റാളിന്റെ രാത്രി കാഴ്ചയാണ് കേട്ടോ. ആകാശത്ത് നക്ഷത്രങ്ങൾ നിൽക്കുന്ന പോലെ. നമ്മളങ്ങെത്തി 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് റോഡ് സൈഡ് മൊത്തം വണ്ടി പാർക്കിംഗ് ആണ് കേട്ടോ. ഫുള്ള് ടാക്സികളാണ്. ഉള്ള സ്ഥലത്ത് മൊത്തം വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള ഹോട്ടൽസ് ഇല്ലേ എന്നുള്ളതാണ് സംശയം. ഓക്കെ ഓക്കെ, അടിപൊളി, സൂപ്പർ, ഉള്ളപടി അടിപൊളിയാണല്ലോ. എന്താ ലൈറ്റ് സെറ്റപ്പ്. നമ്മൾ ഹൈക്കോർട്ട് റോഡിലേക്ക് പോവാണ്. അവിടെ ആകുമ്പോൾ ഹോട്ടൽസ് ഒക്കെ നിറയുണ്ട്. ഇതെന്താ ഇത് ഫുള്ള് ടോപ്പിലൊക്കെ ഫുള്ള് ഹോട്ടൽസ് ആണല്ലോ ഇവിടെ. ഓക്കെ, നമ്മളിലേക്ക് നോ പാർക്കിംഗ്. ലേക്ക് ആയി. ഇവിടെ ഒരു കാര്യം നോക്കണം, നമ്മളിന്ന് കറങ്ങി പോകണ്ട പറഞ്ഞില്ലേ.